നായ്മക്കാട് ഭാഗത്ത് ആനയുണ്ട്. പള്ളിയുടെ അടുത്ത്, അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ആന മെയിൻ റോഡിലുണ്ട്. படையப்பாயான தற்பொழுது கன்னிமலை பகுதியில் உள்ளது. മൂന്നാറിലെ കാട്ടാനകളുടെ സാന്നിധ്യം സംബന്ധിച്ച് SMS വഴി സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങിയത് 2015-ലാണ്. എന്നാൽ പിന്നീട് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് എവിടെയെങ്കിലും കാട്ടാന ആക്രമണത്തിൽ മരണമുണ്ടാകുമ്പോൾ മാത്രം ജീവൻ വയ്ക്കുന്ന ഒരു പദ്ധതിയായി ഇത് മാറി. അല്ലാത്തപ്പോൾ ഈ സംവിധാനം നിശ്ചലമാകും. രാവിലെ മാത്രമാണ് ആനകളുടെ സാന്നിധ്യം സംബന്ധിച്ച് സന്ദേശം ലഭിക്കുക. ഈ സന്ദേശം ലഭിക്കുന്ന സമയത്ത് ആന മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. ഈ സംവിധാനത്തിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരുന്നതിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ താൽപ്പര്യം കാണിച്ചില്ല. 2015-2016 കാലയളവിലാണ് വനംവകുപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഗൂഡാറളയിൽ ഇത്തരമൊരു സിഗ്നൽ സംവിധാനം ഒരുക്കിയത്. ഇതിൻ്റെ മുകളിൽ ഒരു റെഡ് ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തുടർ പരിപാലനം ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് ഇത് ദ്രവിച്ച് നിലം പതിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഈ സിഗ്നൽ സംവിധാനം ഫലപ്രദമായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരുന്നു എന്ന് പോലും ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. മുകളിലൊരു ചുമന്ന ലൈറ്റ്, ആ ലൈറ്റ് കത്തുവാണെങ്കിൽ ഈ ഭാഗത്ത് എവിടെ ആനയുണ്ടെന്ന് നല്ല പൊക്കത്തിലല്ല വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് ആരെങ്കിലും ഈ ലൈറ്റ് കാണും, അപ്പോൾ അറിയാം ഇന്ന സ്ഥലത്ത് ആനയുണ്ട്. അതല്ലാതെ മൊബൈലിൽ കൂടി ഇന്ന ഭാഗത്ത് ആനയുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അറിയിപ്പും വരും. എലിഫന്റ് എയർലി വാർണിംഗ് സംവിധാനത്തിൽ കാലോചിതമായ മാറ്റം ആവശ്യമാണെന്ന് വനംവകുപ്പും സമ്മതിക്കുന്നുണ്ട്. രാവിലെ 8 മണിക്ക് ഒരു അലർട്ട് ഉണ്ടാവും, ഉച്ചയ്ക്ക് 2 മണിക്കുണ്ടാവും, രാത്രി 8 മണിക്ക്, അങ്ങനെ 3 അലർട്ട് കൊടുക്കുന്നുണ്ട്. അത് ജനറൽ അലർട്ടാണ്. ആന ഇന്ന സ്ഥലങ്ങളിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ള ജനറൽ അലർട്ട്. ഇത് കൂടാതെ എപ്പോഴൊക്കെ ആന ഹൈവേയിലോട്ട് വരുന്നോ അല്ലെങ്കിൽ ലെയിൻസിനടുത്തേക്ക് വരുന്നോ അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രൂപ്പുകളിൽ കൂടെ എല്ലാം ആ റിയൽ ടൈം അലർട്ട് അപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. കാട്ടാന പ്രതിരോധത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുക മാത്രമല്ല, അതിന്റെ പരിപാലനവും എങ്ങനെ എന്നതിനെ ആശ്രയിച്ച് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.